ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ക്ലാസ് 7 സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 6th ചാപ്റ്ററാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. നമ്മുടെ ചുറ്റും ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് നടക്കുന്നുണ്ട്. ഞാൻ 2-3 എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം നമുക്കൊരു വെള്ളത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു കോൾഡ് ഡ്രിങ്ക് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് ലെമണും ഷുഗറും ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വാട്ടറിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റാണ്? കോൾഡ് ഡ്രിങ്ക്സ് ആക്കി മാറ്റാണ്. പിന്നെ നമ്മൾ തലേ ദിവസം പാലെടുത്ത് വെച്ചേക്കാണ്, എന്നിട്ട് നമ്മൾ പിറ്റേന്ന് നോക്കുമ്പോൾ എന്തായിട്ടിരിക്കും? പാല് പുളിച്ചിട്ട് കർഡായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? തൈരായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ? പിന്നെ വേറൊരു എക്സാമ്പിൾ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന സ്പ്രിങ് നമ്മൾ അമർത്തി പിടിക്കുമ്പോൾ എന്ത് ചെയ്യും? അതിനൊരു ചേഞ്ച് സംഭവിക്കും. വീണ്ടും വിടുമ്പോഴോ വേറൊരു ചേഞ്ച് സംഭവിക്കും. റബ്ബർ ബാൻഡോ ഇലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വലിക്കുമ്പോൾ നല്ല സ്ട്രെച്ചായിട്ട് വരും. പിന്നെ ലൂസൺ ചെയ്യുമ്പോഴും പഴയ ഫിഗറിലേക്ക് തിരിച്ചു വരും. ഇതൊക്കെ ഓരോ തരത്തിലുള്ള ചേഞ്ചാണ്. ഇനിയിപ്പോൾ നമ്മളെ തന്നെ എടുത്താലോ, നമ്മുടെ ബോഡി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രായത്തിലും നമുക്ക് ഓരോരോ ചേഞ്ചസ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോയാലോ? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫിസിക്കൽ ചേഞ്ചസിന് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് നമുക്ക് വേണ്ടത്? അതിന് നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പ് പേപ്പറാണ്. ആ സ്ക്വയർ ഷേപ്പ് പേപ്പർ നമ്മൾ ഇവിടെ ഫിഗറിൽ കൊടുത്തേക്കുന്ന പോലെ 4 കുഞ്ഞ് സ്ക്വയറായിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്താ പറ്റുന്നത്? നമുക്ക് ചോദിക്കുകയാണ്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ് നമ്മുടെ അടുത്ത്, നമുക്ക് ഈ പേപ്പറിനെ പഴയതുപോലെ ആക്കാൻ പറ്റുമെന്ന്. നെവർ, നമുക്കതിനെ ആക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സെല്ലോ ടേപ്പൊക്കെ ഇട്ട് ഒട്ടിച്ചാലും നമുക്കെന്താ പഴയ ആ ഷേപ്പിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണ്? നമുക്ക് 4 കുഞ്ഞ് സ്ക്വയർ ഷേപ്പിലുള്ള പേപ്പേഴ്സാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഷേപ്പ് എന്താണ്? സ്ക്വയർ തന്നെയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു ഫിസിക്കലായിട്ടൊരു ചേഞ്ചാണ്. അതെന്താണ്? ഈ പേപ്പറിൻ്റെ സൈസ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു, ചെറുതായി. നെക്സ്റ്റത്തെ ആക്ടിവിറ്റി നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ട ചോക്കാണ്. ഈ ചോക്ക് എന്ത് ചെയ്യുക? നമ്മൾ എടുക്കുക, അതിനെ നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം പൊടിയാവുമല്ലോ, ആ പൊടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ചോക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ കൈകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും കുറേ ചോക്കിൻ്റെ ഇതൊക്കെ വേസ്റ്റ് ആയിപ്പോവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചോക്ക് എന്തായിരിക്കും? സൈസിൽ വളരെ കുറഞ്ഞതും പിന്നെ ഷേപ്പിലൊക്കെ ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉള്ള, നമുക്ക് കറക്റ്റായിട്ട് ആ ചോക്കിൻ്റെ ഷേപ്പിലൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള ഫിസിക്കൽ ചേഞ്ചസ് ആണ് രണ്ടാമത്തെ ചോക്ക് വെച്ചിട്ടുള്ള പിന്നെയും ചോക്ക് ഉണ്ടാക്കിയെടുക്കുന്ന എക്സ്പെരിമെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക? കിട്ടുക. ഷേപ്പിനും സൈസിനും ഒക്കെ എന്തായിരിക്കും? റിഡക്ഷനും ഷേപ്പിന് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഐസിനെ വാട്ടറാക്കി മാറ്റുന്ന എക്സ്പെരിമെൻറ്റ്. നമുക്കറിയാമല്ലോ, നമ്മൾ ഐസ് കട്ട എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് കട്ട എടുത്തിട്ട് കുറച്ച് നേരം പുറത്തിറക്കി വെക്കുമ്പോൾ തന്നെ അത് മെൽറ്റ് ചെയ്ത് വാട്ടറായിട്ട് മാറും. ഇപ്പോൾ ഇതെന്താണ്? ഇത് വാട്ടറിൻ്റെ 2 ഫോമാണല്ലേ, ഐസായിട്ടിരിക്കുന്നതും വെള്ളമായിട്ടിരിക്കുന്നതും. അതിൽ വലിയ വ്യത്യാസമൊന്നും അതിൽ കാണാൻ പറ്റില്ല. പക്ഷേ എന്താണ്, ഇവിടെ 2 സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഒന്നെന്താണ്? നല്ല സോളിഡ് സ്റ്റേറ്റിലുമാണ് ഇരിക്കുന്നത്. ഒന്ന് വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ 3rd ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എന്താണ്? നമ്മളിപ്പോൾ ഒരു വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുനിന്ന് വാട്ടർ വേപ്പർ മുകളിലോട്ട് പോകുന്ന കാണാൻ പറ്റില്ലേ? ഈ വാട്ടർ വേപ്പർ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ലിഡ് എടുത്ത് ഇതിനെ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഈ വാട്ടറിൻ്റെ ആ ബോയിൽ ചെയ്യുന്ന ടെംബ്ലർ നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ വാട്ടർ വേപ്പർ എല്ലാം കൂടി ഈ ലിഡിൽ തട്ടിയിട്ട് എന്ത് ചെയ്യും? അവിടെ വാട്ടർ വേപ്പർ ചേഞ്ച് ചെയ്തിട്ട് വാട്ടറായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അമ്മമാരൊക്കെ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ അടപ്പ് വെച്ചിട്ട് മൂടി വയ്ക്കില്ല, ആ അടപ്പെടുത്ത് തുറന്ന് നോക്കുക. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണം പറ്റും? അവിടെ കുറേ വാട്ടർ ഡ്രോപ്സ് പറ്റിപ്പിടിച്ചിരിക്കുന്ന കാണാൻ പറ്റില്ലേ? അതെന്താണ്? ഈ വാട്ടർ വേപ്പർ ചേഞ്ച് ചെയ്ത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് മാറിയതാണ്. അപ്പോൾ വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റും വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റും. അവിടെ ആ ഒരു സ്റ്റേറ്റിലാണ് ചേഞ്ച് ഉണ്ടായത്. അതിൻ്റെ വേറൊരു പ്രോപ്പർട്ടീസിലും ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല.
വേറൊരു ആക്ടിവിറ്റി നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്ലേഡ് എടുക്കുക, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുക. ബ്ലേഡ് നമുക്ക് വെറുതെ മെറ്റൽ ആയതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് അങ്ങ് നേരെ കൊണ്ടുവന്ന് പിടിച്ചു കൊടുക്കരുത്. നമുക്ക് അതിനെ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വെച്ച് കവർ ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ നമ്മൾ ഹോൾഡറോ എന്തെങ്കിലും വെച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ തീയിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുക. ആ സമയത്ത് നമ്മുടെ ഈ തീയുടെ ഇതൊക്കെ അടിച്ചിട്ട് അതിൻ്റെ അറ്റം എന്ത് ചെയ്യും, കറുക്കും. കളർ ചേഞ്ച് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യുക, അത് പിന്നീട് ഇറക്കി മാറ്റി വെച്ചിട്ട് തുണി കൊണ്ടങ്ങ് തുടച്ച് കഴിഞ്ഞാൽ ആ കളർ ചേഞ്ച് എന്ത് ചെയ്യാം, പോവും. അതിൻ്റെ വേറെ ഒരു പ്രോപ്പർട്ടീസിനും ചേഞ്ച് വന്നില്ല. ഒരു കളർ ചേഞ്ച് ഉണ്ടായി, ആ കളർ ചേഞ്ച് എന്ത് ചെയ്തു, അത് പോവാനും പറ്റും. അതിന് വേറൊരു പ്രത്യേകതയില്ല. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഇത്രയും ആക്ടിവിറ്റീസ് നമുക്കൊന്ന് അനാലിസിസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ആദ്യത്തെ നമ്മൾ പേപ്പറിൻ്റെ അതിൻ്റെ സൈസ് കുറഞ്ഞു. സൈസ് നന്നായിട്ട് കുറഞ്ഞു. സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ്, പക്ഷേ സൈസ് കുറഞ്ഞു. ചോക്കാണെങ്കിലോ അതിൻ്റെ ഷേപ്പിലും സൈസിലും ഒക്കെ ഇത്തിരി വ്യത്യാസമൊക്കെ വന്നു. തേർഡ് ആണെങ്കിലോ സ്റ്റേറ്റിലുണ്ടായ വ്യത്യാസമാണ്. ഐസ് എന്ന് പറയുന്ന സോളിഡ് സ്റ്റേറ്റും വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റും. നാലാമത്തെ നമ്മൾ ബോയിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് വെച്ചാൽ വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാവുന്നതാണ്. വാട്ടർ വേപ്പർ ലിക്വിഡ് സ്റ്റേറ്റിലോട്ടാവും. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള കൺവേർഷൻ. നെക്സ്റ്റ് പറയുന്ന ഒരു കളർ വന്നു, ആ കളർ എന്ത് ചെയ്തു, പോയി. ഇവിടെ എല്ലാം നമ്മൾ കണ്ടപ്പോൾ എന്താണെന്നറിയാമോ? അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതായത് ഷേപ്പ് ആയിക്കോട്ടെ, സൈസ്, കളറ്, പിന്നെ സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ്, ഇതിനൊക്കെയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് എന്താണെന്ന് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഷേപ്പ്, സൈസ്, ആ സബ്സ്റ്റൻസിൻ്റെ സ്റ്റേറ്റ്, അതുപോലെ തന്നെ കളറ്. അതായത് നമുക്ക് കണ്ടും തൊട്ടുമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെടുക്കുന്ന ആ ഒരു വസ്തുവിൻ്റെ നേച്ചറാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിനെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുന്നതാണ് ഫിസിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ ചേഞ്ചസ് മോസ്റ്റ് പ്രോബബ്ലി എന്തായിരിക്കും, റിവേഴ്സിബിൾ ആയിരിക്കും. ഇപ്പം നമ്മൾ ഐസിനെ വാട്ടറിനെ നമുക്ക് ഐസാക്കി എടുക്കാനും എളുപ്പമാണ്. എന്താണ്, ഫ്രീസറിൽ ഒന്നുകൂടെ വെച്ചാൽ പോരെ. അതുമാത്രമല്ല, ഇതിൻ്റെ വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് പുതിയതായിട്ടൊരു പ്രോഡക്റ്റും കിട്ടുന്നില്ല. സൈസിൽ ചെറുതാവുന്നു, ഷേപ്പിൽ മാറുന്നു, കളർ വരുന്നു, പോകുന്നു, സ്റ്റേറ്റുകൾ മാറുന്നു. പക്ഷെ നമുക്ക് വേറെന്തെങ്കിലും പ്രോഡക്റ്റുകൾ കിട്ടുന്നുണ്ടോ? ഇല്ല. വാട്ടറായിട്ട് തന്നെ ഇരിക്കുന്നു. അതിൻ്റെ സ്റ്റേറ്റ് മാറുന്നുണ്ടെങ്കിൽ വാട്ടറായിട്ട് തന്നെ ഇരിക്കുന്നു. പേപ്പറായിട്ട് തന്നെ ഇരിക്കുന്നു. നമുക്ക് വേറെ ഒരു പ്രോഡക്റ്റുകളും കിട്ടുന്നില്ല. നിങ്ങൾക്കപ്പോൾ ഫിസിക്കൽ ചേഞ്ചസ് മനസ്സിലായോ? ഫിസിക്കൽ പ്രോപ്പർട്ടീസിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ആണ് ഫിസിക്കൽ ചേഞ്ചസ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് റിവേഴ്സിബിൾ ആണ്. നമുക്ക് വീണ്ടും ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുമാത്രമല്ല, മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ഇതിൽ പുതിയ ഒരു പ്രോഡക്റ്റും ഉണ്ടാവുന്നില്ല. നോ ന്യൂ പ്രോഡക്റ്റ് ആർ ഒബ്സർവ്ഡ്. അപ്പം നമുക്ക് അടുത്ത കെമിക്കൽ ചേഞ്ചസിലേക്ക് പോയാലോ? ഫിസിക്കൽ ചേഞ്ചസ് കഴിഞ്ഞു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ചേഞ്ചസ് ആണ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന ഫിസിക്കൽ അപ്പിയറൻസിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് ആണെങ്കിൽ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ചേഞ്ച് ആയിരിക്കില്ലേ? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരട്ടെ. ഫസ്റ്റത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ അയണില്ലേ, ഇരുമ്പ് തുരുമ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ? നമ്മൾ ഇരുമ്പിൻ്റെ റോഡ് എടുത്ത് വെളിയിലിട്ടിരുന്നാൽ തന്നെ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും, അത് തുരുമ്പിച്ച് പോവും. അതുപോലെ തന്നെ നമ്മുടെ പാത്രങ്ങൾ, അതുപോലെ ഒരുപാട് ഇരുമ്പിൻ്റെ എന്ത് വസ്തുക്കളായിക്കോട്ടെ കുറേ നാളിങ്ങനെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇങ്ങനെ റിയാക്ഷനൊക്കെ നടന്ന് കുറേ നാൾ കഴിയുമ്പോൾ അതെന്താവും, തുരുമ്പായിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ? അത് പിന്നെ ഇരുമ്പെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അത് പിന്നെ തുരുമ്പാണ്. അത് റെസ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം, കെമിക്കൽ പ്രോപ്പർട്ടി എല്ലാം നശിച്ചു പോവും. ആ ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്നതാണ് കെമിക്കൽ ചേഞ്ചസ് എന്ന്. ഇവിടെ നമുക്ക് കെമിക്കൽ ചേഞ്ച് മനസ്സിലാക്കാനായിട്ട് ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കൂളിലാണെങ്കിൽ നമ്മുടെ ടീച്ചർമാരായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അതായത് ഇത് കുറച്ച് ഇൻഫ്ലെയിമബിൾ ആണ്. അതായത് മെഗ്നീഷ്യ റിബണും കാൻഡിലും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ തീ കത്തിച്ച് നോക്കിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം അതെന്താണ്, കുറച്ച് ഇൻഫ്ലെയിമബിൾ ആയതുകൊണ്ട് ടീച്ചേഴ്സ് ആയിരിക്കും അവിടെ ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ മെഗ്നീഷ്യ റിബൺ എടുക്കുക, അത് കാൻഡിൽ ഇങ്ങനെ ടീച്ചേഴ്സ് വെച്ച് തരും. വെക്കുന്ന സമയത്ത് എന്താണ്, ആ സമയത്ത് ഇത് വൈറ്റ് കളർ ലൈറ്റിൽ ഇങ്ങനെ കത്തുന്ന കാണാം. നമ്മുടെ ഈ പൂത്തിരിയും മത്താപ്പൂക്കെ കത്തില്ലേ നമ്മുടെ ദീപാവലിയിലെ, ആ സമയത്ത് ഇങ്ങനെ കത്തുന്ന പോലെ ഇതിരുന്ന് കത്തും. വൈറ്റ് കളർ ലൈറ്റ് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞ് എന്ത് ചെയ്യും, കത്തി തീരുന്നതോടൊപ്പം ഇത് ചാരാവുകയും ചെയ്യും, ആഷ് കിട്ടുകയും ചെയ്യും. ഈ ആഷിനൊരു പ്രത്യേകതയുണ്ട്. ഈ ആഷ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡാണ്. നമ്മുടെ ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഓക്സിജൻ കത്തുന്ന സമയത്ത് അന്തരീക്ഷത്തിലെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. നമ്മൾ ഈ ചാരം വാരിയെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്യാണ്. അപ്പം മെഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ വാരിയെടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ലിക്വിഡ് ഫോം ചെയ്യാണ്.
ഇപ്പോൾ ഈ മെഗ്നീഷ്യം ഓക്സൈഡും ഈ വെള്ളവും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. എന്ത് കിട്ടും? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണെന്നറിയാമോ? നമുക്ക് പിന്നെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ ടീച്ചർ നമുക്ക് 2 കളർ ലിറ്റ്മസ് പേപ്പർ തരും. റെഡ് കളർ ലിറ്റ്മസ് പേപ്പറും തരും, ബ്ലൂ കളർ ലിറ്റ്മസ് പേപ്പറും തരും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ ലിക്വിഡ് എടുത്ത് ഒഴിച്ചു നോക്കാൻ പറയും. ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ റെഡ് കളർ ലിറ്റ്മസ് പേപ്പർ ഇല്ലേ, അത് കളർ ചേഞ്ച് ചെയ്ത് ബ്ലൂ ആവുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എന്താണ്? നമ്മളിവിടെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. ഈ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ബേസിക് നേച്ചറാണ്, ബേസാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, അതിന് റെഡ് കളർ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് ബ്ലൂ കളറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു? നമ്മൾ മെഗ്നീഷ്യം കത്തിച്ചപ്പോൾ നമുക്ക് ആശയത്തിൽ കിട്ടിയത് ഒരു പുതിയ പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് എന്നാണ്. അതുമാത്രമാണോ? മെഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ വെള്ളത്തിൽ ലയിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്രോഡക്റ്റ് കൂടെ കിട്ടിയില്ലേ? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും കൂടെ കിട്ടി. നമ്മൾ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. ആ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ? അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ഒരു ബീക്കറിൻ്റെ ഹാഫോളം നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ ബ്ലൂ വിട്രിയോൾ എന്നും നീല തോതയെന്നൊക്കെ അറിയപ്പെടുന്ന കോപ്പർ സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ വാട്ടറിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് എന്ത് കളറാവും? ബ്ലൂ വിട്രിയോൾ എന്നാണ് പേര്. അപ്പോൾ അതുകൊണ്ട് എന്ത് കളർ കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. ബ്ലൂ കളറാണ് ആ വാട്ടറിന് കിട്ടുന്നത്. അങ്ങനെ ബ്ലൂ കളർ ഇരിക്കുന്ന വാട്ടറിൽ നമ്മൾ കുറച്ച് സാമ്പിൾ എടുത്ത് മാറ്റാണ്. നമുക്കൊരു എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് പോർഷൻ എടുത്ത് മാറ്റി വേറൊരു ബീക്കറിലോട്ട് വെക്കാം. എന്നിട്ട് ആ ബീക്കറിൽ നമ്മളിപ്പോൾ സാമ്പിൾ എടുത്ത് മാറ്റി വെച്ചില്ലേ, ആ ബീക്കറിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആണി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബ്ലേഡ് ഇട്ട് കൊടുക്കാം. ബ്ലേഡ് അതുപോലുള്ള യൂസ്ഡ് ബ്ലേഡോ ആണിയോ എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുക. നമ്മുടെ ആദ്യം എടുത്ത ഒരു വെള്ളം അവിടെ ഇരിപ്പുണ്ടല്ലോ നീല കളറിൽ. പിന്നെ നമ്മളിവിടെ നെയിലും അല്ലെങ്കിൽ ബ്ലേഡ് ഇട്ട് വെച്ചേക്കുന്ന ആ ഒരു വാട്ടർ സാമ്പിൾ 2 നമുക്കിവിടെ ഇരിപ്പുണ്ട്. ഇതിനെ നമുക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ബ്ലേഡ് ഇട്ട് വെച്ചേക്കുന്നില്ലേ, ആ സാമ്പിളിൻ്റെ ബ്ലൂ കളർ ചേഞ്ച് ചെയ്ത് ഗ്രീൻ കളറായിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ഈ ബ്ലേഡിലും നെയിലും ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് അയൺ ആണല്ലേ. അയൺ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ അയണും നമ്മുടെ ഇതിലെ കോപ്പർ സൾഫേറ്റ് നമ്മൾ ആഡ് ചെയ്തില്ലേ, ആ കോപ്പർ സൾഫേറ്റും കൂടെയുള്ള റിയാക്ഷൻ കൊണ്ടിട്ടാണ് ഈ ബ്ലൂ കളർ ചേഞ്ച് ചെയ്ത് എന്താവുക, ഗ്രീൻ കളറായിട്ട് മാറുക. ഇവിടെ ഒരു പുതിയൊരു സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടാണ് ഈ കളർ കൊടുക്കുന്നത്. ആ സബ്സ്റ്റൻസിൻ്റെ പേരാണ് അയൺ സൾഫേറ്റ്. അപ്പോൾ നമ്മൾ ഈ ബ്ലേഡോ നെയിലോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കാകെ ബ്ലേഡിലും നെയിലും ഒരു ബ്രൗൺ കളർ എന്തോ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അത് എടുത്തു വെച്ച് നോക്കിയാൽ അതെന്താണ്, ഇങ്ങനെ ഇളകി വരും കേട്ടോ, കയ്യിൽ ഇളകി വരും. നമ്മളിങ്ങനെ തുരുമ്പ് പറ്റി പിടിച്ചിരിക്കുന്ന പോലെ അതുപോലെ ഇങ്ങനെ ബ്രൗൺ കളറിൽ പറ്റി പിടിച്ചിരിക്കുന്നതാണ്. അതെന്താണ്? അത് കോപ്പറാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ബ്ലൂ കളർ എന്ന കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ അയണുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രീൻ കളറിലുള്ള അയൺ സൾഫേറ്റ് സൊല്യൂഷൻ കിട്ടി. പിന്നെ നമ്മുടെ അയൺ റോഡായിട്ടുള്ള നെയിലും പിന്നെ ബ്ലേഡിലും ഒക്കെ പറ്റിപ്പിടിച്ചിരുന്ന ബ്രൗൺ കളർ സബ്സ്റ്റൻസ് എന്തായിരുന്നു? കോപ്പറായിരുന്നു. ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റിയിലേക്ക് പോയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വിനെഗറാണ്. വിനെഗർ എന്ത് ചെയ്യുക, 1 ടീസ്പൂൺ എടുക്കുക. നമ്മുടെ വീട്ടിലൊക്കെ കാണുമല്ലേ, അച്ചാറൊക്കെ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിനെഗർ യൂസ് ചെയ്യാറുണ്ട് വീടുകളിലൊക്കെ. അപ്പോൾ ആ വിനെഗർ എടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, സോഡയും കൂടെ എടുക്കുക, ബേക്കിംഗ് സോഡയും കൂടെ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ബേക്കിംഗ് സോഡയിലോട്ട് ഈ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഹിസ്സിങ് സൗണ്ട് കേൾക്കും. അറിയാമോ? ഇങ്ങനെ ഹിസ് എന്നും പറഞ്ഞിട്ടൊരു സൗണ്ടും കേൾക്കും. ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുന്ന ഒരു അപ്പിയറൻസ് നമുക്കവിടെ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അതവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സൗണ്ടും ഇങ്ങനെ പതഞ്ഞ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു സോഡ ബോട്ടിൽ പൊട്ടിക്കില്ലേ, അപ്പോൾ ഒരു സൗണ്ട് കേൾക്കില്ലേ, അതേപോലുള്ളൊരു സൗണ്ടാണ് അവിടെ കേൾക്കുക. അത്രയ്ക്ക് വലുതൊന്നുമല്ല, ചെറിയൊരു സൗണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ വിനെഗറും സോഡയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഒരു ലൈം വാട്ടറിലോട്ട് ഇത്തിരി ആഡ് ചെയ്ത് നോക്കിയേ. ലൈം വാട്ടർ എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചുണ്ണാമ്പ് വെള്ളമാണ്. നമ്മുടെ നാരങ്ങ വെള്ളത്തിന് നമ്മൾ സാധാരണ ലൈം വാട്ടർ എന്ന് പറയാറുണ്ട്. അതല്ല, ചുണ്ണാമ്പ് വെള്ളത്തിലൊന്ന് ഇട്ട് നോക്കിയേ.
നമ്മുടെ ഈ നോർമൽ നമ്മൾ ചെയ്യാറുള്ള ടെസ്റ്റാണല്ലേ, കുഞ്ഞു ക്ലാസ്സിലേ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇങ്ങനെ ഊതി വിടില്ലേ, ഊതി വിടുന്ന സമയത്ത് അത് മിൽക്കി കളറാവുന്ന നമ്മൾ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളിങ്ങനെ ഊതി വിടുന്ന സമയത്ത് നമ്മൾ ഈ ഉച്ഛ്വാസവായുവിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അത് നമ്മളിങ്ങനെ ഊതിക്കളയുമ്പോൾ അതിങ്ങനെ ചുണ്ണാമ്പ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു മിൽക്കി കളർ കിട്ടുന്നത്. സെയിം പ്രൊസീജിയറാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വിനെഗറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്ത് ഇതെടുത്ത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ ചുണ്ണാമ്പ് വെള്ളം മിൽക്കി കളറായിട്ട് മാറും. അങ്ങനെ ഒരു ഒബ്സർവേഷൻ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന എന്താണ്? വിനെഗർ എന്ന് പറയുന്ന അസെറ്റിക് ആസിഡാണ്. അസെറ്റിക് ആസിഡ് ബേക്കിംഗ് സോഡ ആയിട്ടുള്ള സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും, പിന്നെ വേറെ കുറച്ച് സബ്സ്റ്റൻസ് കൂടെ കിട്ടും. പക്ഷെ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് അതർ സബ്സ്റ്റൻസസ് അങ്ങനെ നമുക്ക് എഴുതാം. നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. ഇത് നമുക്കിനി എന്ത് ചെയ്യാം? ലൈം ടെസ്റ്റ് നടത്തണം. അതിനായിട്ട് നമ്മൾ ലൈം എടുക്കുകയാണ്. ലൈം എടുക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡാണ് നമ്മുടെ ലൈം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വന്ന് വീഴുകയാണ്. ആ സമയത്ത് അതിലെന്താണ് ഫോം ചെയ്യുന്നത്? ഈ മിൽക്കി കളർ കിട്ടാനായിട്ട് കാൽഷ്യം കാർബണേറ്റാണ് ഫോം ചെയ്യുന്നത്. കാൽഷ്യം കാർബണേറ്റും വാട്ടറുമാണ് അവിടെ ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഒരു മിൽക്കി അപ്പിയറൻസ് കിട്ടുന്നത്. ഇവിടെ നോക്ക്, നമുക്ക് പുതിയ പ്രോഡക്റ്റുകളല്ലേ കിട്ടുന്നത്. ഈ വിനെഗറും ബേക്കിംഗ് സോഡയും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നുണ്ട്. അതൊരു പുതിയ പ്രോഡക്റ്റാണ്. അതുമാത്രമല്ല, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ലൈമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കാൽഷ്യം കാർബണേറ്റ് കിട്ടുന്നുണ്ട്. അതെന്താണ്? ഒരു പുതിയൊരു പ്രോഡക്റ്റാണ്. നമ്മളിപ്പോൾ ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെ കെമിക്കൽ ചേഞ്ചസ് കാണിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നിലധികമോ ന്യൂ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു. ന്യൂ സബ്സ്റ്റൻസസുകൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഈ റിയാക്ഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്തരത്തിലുള്ള റിയാക്ഷനെ നമുക്ക് എന്ത് പറയാം? കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാം. ഈ കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ എല്ലാ ലൈഫ് പ്രോസസ്സ് എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ ഈ വേൾഡ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ന്യൂ പ്രോഡക്ട്സുകൾ ഇങ്ങനെ ഉണ്ടായി വരുന്നതുകൊണ്ടാണ് ഈ വേൾഡ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു അയൺ റോഡ് ഉണ്ടാക്കിയെടുക്കണം. അതിൽ നമുക്ക് അയൺ ഓറുണ്ടല്ലോ, ഓറെന്ന് പറഞ്ഞാൽ അയൺ ഓറിൽ നിന്നാണ് നമ്മൾ അയണാക്കി മാറ്റുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി അയൺ ഓറ് പോയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അയണാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതിനായിട്ട് ഒരുപാട് തരത്തിലുള്ള കെമിക്കൽ പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ നമുക്കൊരു അയൺ പീസ് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ മെഡിസിൻസൊക്കെ നമുക്ക് എന്തുമാത്രം അത്യാവശ്യ ഘടകങ്ങളാണ്. മെഡിസിൻസൊക്കെ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഇങ്ങനെ നടത്തി അതിൽ ഓരോരോ പ്രോഡക്ട്സുകൾ ഇങ്ങനെ കിട്ടി ഫൈനലിയാണ് നമ്മുടെ മെഡിസിൻ എന്ത് ചെയ്യുക? കിട്ടുന്നത്. ഈ കെമിക്കൽ ചേഞ്ച് നടക്കുമ്പോൾ അതിനായിട്ട് അക്കമ്പനി ചെയ്ത് ഒരുപാട് തരത്തിലുള്ള ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ഈ മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്തില്ല, ആ സമയത്ത് വൈറ്റ് കളർ ലൈറ്റ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. ഇത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും റേഡിയേഷനോ അൾട്രാവയലറ്റ് റേഡിയേഷനോ ഹീറ്റോ ലൈറ്റോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? ഈ കെമിക്കൽ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫോം ചെയ്തേക്കാം. അതുമാത്രമല്ല, നമ്മളിവിടെ വിനെഗറും ബേക്കിംഗ് സോഡ ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടു. അവിടെ ഒരു ഹിസ്സിങ് സൗണ്ടാണ് നമുക്ക് കിട്ടിയത്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തപ്പോൾ ഒരു ഹിസ്സിങ് സൗണ്ട് ഫോം ചെയ്തു. അതെന്താണ്? സൗണ്ട് ചിലപ്പോൾ ഉണ്ടാവാം. കെമിക്കൽ ചേഞ്ച് ആയിട്ട് അക്കമ്പനി ചെയ്ത് സൗണ്ട് ചിലപ്പോൾ ഉണ്ടാവാം. അത് മാത്രമാണോ? ചിലപ്പോൾ കളർ ചേഞ്ച് ചെയ്യാം. നമ്മൾ കണ്ടില്ലേ, കളർ ചേഞ്ച് ചെയ്ത് ബ്ലൂ കളർ ചേഞ്ച് ചെയ്ത് ഗ്രീൻ കളറായ നമ്മൾ കണ്ടില്ലേ കോപ്പർ സൾഫേറ്റ് ടെസ്റ്റിൽ. അങ്ങനെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചിലപ്പോൾ എന്ത് ചെയ്യാം? ഗ്യാസ് വേണമെങ്കിൽ ഫോം ചെയ്യാം. നമ്മളിങ്ങനെ പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഗ്യാസ് ഫോം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? പുക മുകളിലോട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഈ പടക്കമാണ് ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മളിങ്ങനെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുനിന്ന് ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ഒക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യില്ലേ? ഈ പടക്കമൊക്കെ പൊട്ടിക്കുമ്പോൾ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അതുമാത്രമല്ല, ഗ്യാസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും, സൗണ്ടും കേൾക്കും. ഇത്തരത്തിലുള്ള ചേഞ്ചസ്
ഒക്കെ അവിടെ എന്ത് ചെയ്യും, നടക്കും. അതൊരു കെമിക്കൽ ചേഞ്ചാണ്. ഈ ഫയർ വർക്ക്സ് നടക്കുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചസ് എല്ലാം കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസോൺ ലെയറിനെ പറ്റിയിട്ടാണ്. ഓസോൺ ലെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവചമായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതെന്ത് ചെയ്യും, അൾട്രാവയലറ്റ് റേസ്, സണ്ണിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേസിനെയൊക്കെ പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും, ഭൂമിയിൽ അതൊന്നും എത്താതെ, ഭൂമിയിലെ ചൂടൊന്നും കൂടാതെ ഓരുപാട് ജീവികൾക്ക് അത് ദോഷമായിട്ടൊക്കെ മാറുമല്ലേ ഭൂമിയിലെ ചൂടൊക്കെ കൂടിയ. അതിൽ നിന്നൊക്കെ ഭൂമിയെ രക്ഷിക്കുന്നത് ഈ ഓസോൺ ലെയറാണ്. 3 ഓക്സിജൻ ചേർന്നിട്ടാണ് എന്തുണ്ടാവുക, ഓസോൺ ലെയർ ഉണ്ടാവുക. അത് അൾട്രാവയലറ്റ് റേസിനെ പിടിച്ചെടുക്കുമ്പോൾ അത് ഓസോൺ എന്ത് ചെയ്യും, വീണ്ടും ഓക്സിജനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കെമിക്കൽ ചേഞ്ചസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തു, അയൺ എന്ത് ചെയ്യും, നമ്മുടെ ഇരുമ്പ് തുരുമ്പാവുന്ന ആ പ്രോസസ്സാണ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അയൺ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്, ബ്രിഡ്ജസ് ഉണ്ടാക്കാറുണ്ട്, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന അല്ലേ ഇരുമ്പ് കമ്പികളൊക്കെ ഉപയോഗിക്കാറില്ലേ, ഷിപ്പിൽ ഉണ്ടാക്കാറുണ്ട്, കാർ ഉണ്ടാക്കാറുണ്ട്. ഇവയൊക്കെ നശിച്ചു പോകാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ റസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ്. ഈ റസ്റ്റിംഗ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നറിയാമോ, നമ്മുടെ ഈ അയൺ ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ, ഇത് അന്തരീക്ഷത്തിലുള്ള ഓക്സിജൻ മോളിക്യൂൾസായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നു. അത് മാത്രമാണോ, നമ്മൾ അന്തരീക്ഷത്തിൽ ഒരുപാട് വാട്ടർ മോളിക്യൂൾസും ഉണ്ട്, വാട്ടർ വേപ്പേഴ്സൊക്കെ ഇല്ലേ. ഈ മോയ്സ്ചർ കണ്ടൻറ്റും ഈ ഓക്സിജൻ്റെ പ്രസൻസും ഒക്കെയാണ് എന്തിന് കാരണമാവുക, റസ്റ്റിങ്ങിന് കാരണമാവുക. റസ്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ, അയൺ ഓക്സൈഡിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. ഈ മോയ്സ്ചർ കണ്ടൻ്റൊക്കെ ഒരുപാട് അധികം എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, ഇരുമ്പ് തുരുമ്പായിട്ട് മാറും. നമ്മൾ ഈ തുരുമ്പെടുക്കുന്നതൊക്കെ നമുക്ക് ഒരു പരിധിവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ ഈ പെയിൻറ്റിങ്ങും ഗ്രീസും ഒക്കെ നമ്മൾ ഈ ഇരുമ്പിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഒരുവിധം തുരുമ്പൊക്കെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് കഴിയും. ഇതെന്ത് ചെയ്യും, അപ്പോൾ ഈ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ എന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരുമ്പുണ്ടല്ലോ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനും വാട്ടർ മോളിക്യൂളും ആയിട്ടൊന്നും ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് വരില്ല. അതുകൊണ്ടാണ് കുറച്ച് നാളും കൂടി ഇരിക്കുന്നത്. ഇപ്പോൾ പെയിൻ്റൊക്കെ അങ്ങ് ഇളവി പോവാം, കുറേ കാലഹരണപ്പെട്ട് പെയിൻ്റൊക്കെ അങ്ങ് ഇളവി പോവുകയാണെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യും, ഈ ഇരുമ്പ് അന്തരീക്ഷത്തിലുള്ള വാട്ടർ മോളിക്യൂളും പിന്നെ ഓക്സിജനും ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടാണ് പിന്നെ തുരുമ്പെടുക്കുന്നത്. വേറൊരു മെത്തേഡുള്ള എന്താണെന്ന് വെച്ചാൽ, ഈ അയൻ്റെ മുകളിൽ കൂടിയിട്ട് ക്രോമിയം, സിങ്ക് മുതലായ മെറ്റൽസിൻ്റെ ഒരു കോട്ടിങ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ റസ്റ്റിങ്ങിൽ നിന്ന് കുറേ നാളത്തേക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ക്രോമിയവും സിങ്കിൻ്റെയൊക്കെ ഒരു ലെയർ ഇങ്ങനെ അയൺ നമ്മൾ പെയിൻറ്റ് ചെയ്യും പോലെ ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, കുറേ നാളത്തേക്ക് നമുക്ക് റസ്റ്റിങ്ങിൽ നിന്നൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്തരത്തിൽ നമ്മൾ സിങ്ക് ഈ അയൻ്റെ മുകളിൽ തേച്ച് കൊടുക്കില്ലേ, അതിൻ്റെ ഒരു സിങ്ക് കോട്ടിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്, ഗാൽവനൈസേഷൻ എന്നാണ് പറയുക. അപ്പോൾ എക്സാമിന് ഗാൽവനൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോന്ന് എഴുതണം, നമ്മൾ ഈ അയണിൻ്റെ മുകളിൽ കൂടി എന്ത് ചെയ്യും, സിങ്കിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കും. എന്തിനാണ്, റസ്റ്റിങ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. നിങ്ങൾ എഴുതില്ലേ? നമുക്ക് ഈ ഷിപ്പുകളുടെയൊക്കെ കാര്യം ഒന്ന് നോക്കാം. ഈ ഷിപ്പുകളെന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും എന്തിലായിരിക്കും, വെള്ളത്തിലായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ വാട്ടർ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലല്ലേ. ഈ ഇപ്പോൾ കടലിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ കടലിലെ വെള്ളത്തിൽ ഒരുപാട് സാൾട്ടും ഉണ്ട്. ഈ സാൾട്ടുള്ള വെള്ളത്തിന് ഈ റെസ്റ്റിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെയധികം കൂടുതലായിരിക്കും. നമ്മളെ ഈ നോർമലിനെ കാട്ടി വളരെയധികം കൂടുതലായിരിക്കും ഈ സാൾട്ട് അടങ്ങിയിട്ടുള്ളതിന്. അപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പെയിൻ്റൊക്കെ ഒരു പരിധി വരെ വെള്ളത്തിൽ എന്ത് ചെയ്യുള്ളൂ, നിലനിൽക്കുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അയൺ ആയിട്ടുള്ള കണ്ടൻ്റായിട്ടുള്ള പാർട്ടുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ തുരുമ്പെടുത്ത് പോകുന്നതിനനുസരിച്ച് മാറി എന്ത് ചെയ്യും, മാറ്റി യൂസ് ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. ഈ ഷിപ്പ് നേരിടുന്ന മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ റസ്റ്റിങ് തന്നെയാണ് അത് നേരിടുന്ന മേജർ പ്രോബ്ലം എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു തരത്തിലുള്ള റസ്റ്റിങ് ഒന്നും ബാധിക്കാത്ത ഒരു മെറ്റലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതുണ്ടാക്കുന്നത് എന്തൊക്കെ വെച്ചിട്ടാണെന്നറിയാമോ? അയണും കാർബണും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല വേറെ മെറ്റലായിട്ടുള്ള ക്രോമിയം, നിക്കൽ, മാംഗനീസ് ഇവയെല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സഡ് ഫോമാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഉപയോഗിക്കുന്നത്. ഇതെന്ത് ചെയ്യില്ല, റസ്റ്റ് ചെയ്ത് പോവില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഷിപ്പിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യില്ല, റസ്റ്റ് ചെയ്ത് പോവില്ല. ഇത് ഇത്രയും മനസ്സിലായോ? അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ക്രിസ്റ്റൽസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ?
കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഉപ്പ് വെള്ളം, കടൽ വെള്ളം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് അതിങ്ങനെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമല്ലേ, സൂര്യവെളിച്ചത്തിൽ ഇവോപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ നിൽക്കുന്ന കാണാൻ പറ്റില്ലേ? ആ ഉപ്പ് എന്ത് ഫോമിലാണ് നിൽക്കുന്നതെന്ന് അറിയാമോ? ക്രിസ്റ്റൽ കണക്കാണ് നിൽക്കുന്നത്. ക്രിസ്റ്റലൻ ഫോമിലായിരിക്കും നിൽക്കുന്നത്. അവിടെ നമ്മൾ കണ്ട ഉപ്പിൻ്റെ ക്രിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ ഫുൾ പ്യുവർ ആയിരിക്കില്ല. കാരണം അതിനകത്ത് സാൻഡും അതുപോലുള്ള പാർട്ടിക്കിൾസൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഫുൾ പ്യുവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അതെന്താണ്, തീരെ സ്മോളും ആയിരിക്കും. ഇപ്പോൾ വേറൊരു കണ്ടീഷനിൽ ഇങ്ങനെ ലാർജും പ്യുവറും ആയിട്ടുള്ള ഒരുപാട് ക്രിസ്റ്റൽസ് നമുക്ക് ഫോം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ ഒരു പ്രോസസ്സ്, ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്നത് എന്താണ്? ക്രിസ്റ്റലൈസേഷൻ എന്നാണ് പറയുക. ഇത് എന്തിന് എക്സാമ്പിളാണെന്നറിയാമോ? ഇത് ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഇത് കെമിക്കൽ ചേഞ്ച് അല്ല. കെമിക്കൽ ചേഞ്ചിന് എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ നമുക്ക് ഗാൽവനൈസേഷൻ പറയാം. ഈ ക്രിസ്റ്റലൈസേഷൻ നമ്മൾ പറയുന്നത് ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളായിട്ടാണ്. ഇനി നമുക്ക് ഈ ക്രിസ്റ്റലൈസേഷൻ നോക്കാനായിട്ട് ഒരു ആക്ടിവിറ്റി കൊണ്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി നോക്കിയാലോ? ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്, നമ്മളൊരു ബീക്കറിൽ എന്ത് ചെയ്യുക, ഒരു കപ്പ് വാട്ടർ എടുക്കുക. വാട്ടർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഡൈല്യൂട്ട്, ശ്രദ്ധിക്കണം, ഡൈല്യൂട്ടായിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ വാട്ടർ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. ഈ സമയത്ത് എന്ത് ചെയ്യുമെന്നറിയോ? ഈ വാട്ടർ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കോപ്പർ സൾഫേറ്റിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ കോപ്പർ സൾഫേറ്റ് പൗഡർ ഫുൾ ഡിസോൾവ് ആയി പോകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മൾ ഈ സൊല്യൂഷൻ അരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? കുറേ നേരം കൂൾ ഡൗൺ ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റുമെന്നറിയാമോ? കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽ നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ ഇമേജ് കൊടുത്തേക്കാൻ കണ്ടില്ലേ? ഇതുപോലൊരു അപ്പിയറൻസിൽ ഇങ്ങനെ ക്രിസ്റ്റൽസ് നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് പഠിച്ചില്ലേ? അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു. അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചസ് പഠിച്ചു, കെമിക്കൽ ചേഞ്ചസ് പഠിച്ചു, കുറേ എക്സ്പെരിമെൻറ്റിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. യു ക്യാൻ ലെവലപ്പ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി കാണും, എനേബിൾ ചെയ്യാൻ മറക്കരുത്. നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. Thanks for watching.